നീലഗിരിയുടെ മടിത്തട്ടിൽ പൈൻ മരങ്ങൾ അതിരിട്ടൊരു ബംഗ്ലാവ്. മഞ്ഞുമൂടിയ പുലരിയിൽ ആ വീടിന്റെ മുറ്റത്തുകൂടി നടക്കുമ്പോൾ മാധവ് പലപ്പോഴും തന്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. ജീവിതം മാധവിന് മുന്നിൽ എറിഞ്ഞുകൊടുത്തത് വലിയ വെല്ലുവിളികളായിരുന്നു. അനാഥനായി വളർന്ന ബാല്യം, പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ കൗമാരം. അവിടുന്ന് കഠിനാധ്വാനം കൊണ്ട് താൻ പടുത്തുയർത്തിയ ഈ ബിസിനസ് സാമ്രാജ്യം കേവലം പണം നേടാനല്ല, മറിച്ച് തനിക്ക് നഷ്ടപ്പെട്ട കുടുംബമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിരുന്നു. മാധവിന്റെ ലോകം ഇന്നവന്റെ പ്രാണനായ മീരയിലും 10 വയസ്സുകാരൻ മകൻ ആര്യനിലും ഇളയ മകൻ അദ്വൈതിനും ചുറ്റും കറങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കരാറിന്റെ പുറത്താണ് മാധവും മീരയും ഒന്നിച്ചത്. അത് സ്നേഹത്തെക്കാൾ ഉപരി പരസ്പരം സഹായത്തിനായുള്ള ഒരു ഉടമ്പടിയായിരുന്നു. തന്റെ ആദ്യ വിവാഹബന്ധം തകർന്ന് പിഞ്ചുകുഞ്ഞായ ആര്യനുമായി തെരുവിലേക്കിറങ്ങേണ്ടി വന്ന മീരയെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെയാണ് മാധവ് പരിചയപ്പെട്ടത്. അന്ന് അവൾക്കൊരു തണലും മാധവിന് സമൂഹത്തിന് മുന്നിൽ ഒരു കുടുംബവും ആവശ്യമായിരുന്നു. സ്നേഹം ആ കരാറിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലമെത്ര വലിയ മുറിവുകളെയും ഉണക്കുമെന്ന് പറയുന്നത് എത്ര സത്യമാണ്. നിബന്ധനകൾ പതിയെ ഇല്ലാതായി. അവിടെ പകരം സ്നേഹവും പരസ്പരമുള്ള ബഹുമാനവും ഉടലെടുത്തു. മീരയുടെ ഭൂതകാലത്തിലെ കൈപ്പേറിയ ഓർമ്മകൾ മാധവിന്റെ കരുതലിൽ മഞ്ഞുപോലെ ഉരുകിത്തീർന്നു. ഒരു വൈകുന്നേരം നീലഗിരിയിലെ തണുത്ത കാറ്റേറ്റ് മാധവ് തന്റെ ഓഫീസിൽ നിന്നും മടങ്ങിയെത്തി. സാധാരണയായി ആര്യൻ സൈക്കിളുമായി മുറ്റത്തുണ്ടാകാറുള്ളതാണ്. പക്ഷേ അന്ന് മുറ്റം ശൂന്യമായിരുന്നു. ഉമ്മറത്ത് മീര എന്തോ ആലോചനയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ മാധവിന് കാര്യം പന്തുകേടാണെന്ന് തോന്നി. എന്താ മീര, ആര്യൻ എവിടെയാണ്? സാധാരണ അവൻ ഈ സമയത്ത് പുറത്തുണ്ടാവാറുള്ളതാണല്ലോ. മാധവ് കോട്ടഴിച്ച് സോഫയിൽ ഇട്ടുകൊണ്ട് ചോദിച്ചു. മീര ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ് മാധവേട്ട. വിളിച്ചിട്ട് വരുന്നുമില്ല, ഒന്നും മിണ്ടുന്നുമില്ല. ആരോട് വലിയ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. മാധവ് ഒന്ന് ചിരിച്ചു. ആര്യന്റെ കുസൃതിത്തരങ്ങൾ അവന് നന്നായി അറിയാം. അവൻ പതുക്കെ മകന്റെ മുറിയിലേക്ക് നടന്നു. വാതിൽക്കൽ നിന്ന് നോക്കിയപ്പോൾ ആര്യൻ ജനലോരത്ത് നിന്ന് ദൂരെയുള്ള മലനിരകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ മുഖം വാടിയിരിക്കുന്നു. മാധവ് ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ ചെന്ന് മോനെ കെട്ടിപ്പിടിച്ചു. എന്റെ മോൻ എന്തിനാ ഇത്രയും ഗൗരവത്തിൽ നിൽക്കുന്നത്? അച്ഛൻ വരുമ്പോൾ ഓടി വരാറുള്ളതാണല്ലോ, ഇന്ന് എന്താ പറ്റിയത്? മാധവ് സ്നേഹത്തോടെ ചോദിച്ചു. ആര്യൻ പെട്ടെന്ന് മാധവന്റെ കൈകൾ മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് ആരോടും സംസാരിക്കേണ്ട. അച്ഛനോടും അമ്മയോടും എനിക്ക് ദേഷ്യമാണ്. എന്നെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെന്താടാ മോനെ അങ്ങനെ തോന്നാൻ? നിനക്ക് വേണ്ടിയല്ലേ അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? മാധവ് അവനെ അരികിലേക്ക് ചേർത്തു നിർത്തി. ഇഷ്ടമാണെങ്കിൽ എനിക്ക് മാത്രം എന്താ കൂടെ കളിക്കാൻ ആരുമില്ലാത്തത്? ഇന്ന് സ്കൂളിൽ സിദ്ധുവും രാഹുലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അവരൊക്കെ അനിയന്മാരും അനിയത്തിമാരുമുണ്ട്. അവർക്ക് വീട്ടിൽ ചെന്നാൽ ബോറടിക്കില്ല. എനിക്കിവിടെ സംസാരിക്കാൻ പോലും ആരുമില്ല. എനിക്കൊരു അനിയനെ വേണം, ഇപ്പൊ തന്നെ വേണം. ആര്യൻ തന്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ആര്യന്റെ നിഷ്കളങ്കമായി ഈ ആവശ്യം കേട്ടപ്പോൾ മാധവിന്റെ ഉള്ളിൽ ഒരേ സമയം ചിരിയും ആകുലയും തോന്നി. അവൻ പുറത്തെ സോഫയിലിരുന്ന മീരയെ നോക്കി. മീരയും ഈ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്കയുടെ നിഴലാട്ടം മാധവ് കണ്ടു. മീരയെ സംബന്ധിച്ചിടത്തോളം ആര്യൻ തന്റെ സർവസ്വവുമാണ്. മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് അവൾ ഇതുവരെ ഗൗരവമായി ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ആ പഴയ കരാറിന്റെ ഓർമ്മകൾ അവളെ വേട്ടയാടുന്നുണ്ടാകാം. അത് മോനെ, നമുക്ക് ശരിയാക്കാം, മാധവ് പതുക്കെ പറഞ്ഞു. ശരിയാക്കാമെന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് വേണം. സിദ്ധു പറഞ്ഞത് അവന്റെ അമ്മയ്ക്ക് അച്ഛൻ വാവകളെ കൊടുത്തത് കൊണ്ടാണ് അവന് കിട്ടിയതെന്ന. എനിക്കും അതുപോലെ വേണം. അച്ഛൻ വന്നേ, അമ്മയ്ക്ക് വാവയെ കൊടുക്കാം നമുക്ക്. ആര്യന്റെ വാശി കൂടിയപ്പോൾ മാധവിന് ചിരി അടക്കാനായില്ല. രാത്രി ഭക്ഷണത്തിന് ശേഷം മാധവും മീരയും ബാൽക്കണിയിൽ തനിച്ചിരുന്ന് സംസാരിച്ചു. മീര, ആര്യന്റെ ഉള്ളിലെ ആഗ്രഹം നീ കണ്ടതല്ലേ? അവൻ ഒറ്റപ്പെടുന്നത് എനിക്കും സഹിക്കാൻ വയ്യ. നമുക്ക് അവനൊരു കൂട്ടു നൽകിക്കൂടെ? മാധവ് ചോദിച്ചു. മീര കുറച്ചുനേരം മൗനമായിരുന്നു. അവൾക്ക് മാധവിനോടിപ്പോൾ തീരാത്ത അത്ര സ്നേഹമുണ്ട്. തന്റെ തകർന്ന ജീവിതത്തെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയത് ഈ മനുഷ്യനാണ്. എനിക്ക് സമ്മതമാണ് മാധവേട്ട. പക്ഷേ ആര്യൻ എന്താകും പിന്നീട് അവന്റെ പ്രതികരണം എന്നൊരു ഭയം എനിക്കുണ്ട്. നമ്മുടെ സ്നേഹത്തിന് മുന്നിൽ ആ പഴയ കരാറിന് എന്ത് പ്രസക്തി? അവനെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് അവന് ജന്മം നൽകിയ അച്ഛൻ. അത് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. അത് നീ പോലും മാറ്റി പറഞ്ഞാൽ പോലും, മാധവ് ഉറപ്പോടെ പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ആ ബംഗ്ലാവിൽ സന്തോഷത്തിന്റെ പുതിയ കിരണങ്ങൾ ഉദിച്ചു. മീര പ്രസവിച്ചു ഒരാൺകുട്ടി.
ആര്യന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവനൊരു വലിയ ചേട്ടന്റെ പക്വതയോടെ തന്റെ അനുജനെ പരിചരിച്ചു. അവർ ആ കുഞ്ഞിന് അദ്വൈതെന്ന് പേരിട്ടു. വീട് സജീവമായി. മാധവ് തന്റെ ഓഫീസിലെ തിരക്കുകൾക്കിടയിലും മക്കൾക്കായി സമയം കണ്ടെത്തി. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം നാട്ടിൽ നിന്നും ആ സന്ദേശം വരുന്നത്. മീരയുടെ തറവാടായ കൽപ്പകഞ്ചേരി തറവാട്ടിലെ കാരണവർക്ക് അസുഖം ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം മീരയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി ബന്ധം മുറിച്ചു മാറ്റിയ ഇടമായിരുന്നത്. മീരയുടെ ആദ്യ ഭർത്താവായ ദേവൻ അവിടെയുണ്ടാകും. അയാൾ ആര്യനെ കണ്ടുമുട്ടുന്നത് ആര്യനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക മീരയെ അസ്വസ്ഥയാക്കി. മാധവേട്ട, നമുക്ക് പോകണോ? എനിക്ക് അവിടേക്ക് മടങ്ങാൻ ഭയമാണ്. ആര്യൻ മീര വിറയിലോട് പറഞ്ഞു. മാധവ് അവളുടെ തൊഴിൽ കൈവച്ചു ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട മീര, നിനക്ക് പോകാൻ മടിയാണെങ്കിൽ നമുക്ക് പോകേണ്ട. പക്ഷേ ഒരു കാലത്ത് നിന്നെ സ്നേഹിച്ച ആ വൃദ്ധൻ മരണക്കിടക്കയിൽ നീ വരുന്നത് കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ആര്യൻ, അവൻ എൻ്റെ മകനാണ്. ഈ ലോകത്ത് ആർക്കും അവനെ എന്നിൽ നിന്നും മാറ്റാൻ കഴിയില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. അവസാനം അവർ നീലഗിരിയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. തന്റെ മക്കൾക്കൊപ്പം സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങുമ്പോൾ മീരയുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ ഒരു കടലിരമ്പം പോലെ അലതല്ലി. യാത്രയിലുടനീളം ആര്യൻ വലിയ ആവേശത്തിലായിരുന്നു. അവൻ തന്റെ അനുജനെ ചേർത്ത് പിടിച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മാധവ് വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ മീരയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തറവാടിന്റെ കവാടം കടന്ന് വണ്ടി മുറ്റത്ത് നിർത്തി. കാർ ഇരമ്പം കേട്ട് അകത്തു നിന്നും ആൾക്കാർ പുറത്തേക്ക് വന്ന്. വടിയൂന്നി നിൽക്കുന്ന കാരണവരും അദ്ദേഹത്തിന് പിന്നിലായി കുറെ മുഖങ്ങളും. ആ കൂട്ടത്തിൽ മീരയുടെ കണ്ണുകൾ ഉടക്കിയത് ഒരാളിലാണ്, ദേവൻ. ഒരു കാലത്ത് തന്റെ സ്വപ്നങ്ങളെ തകർത്ത തന്നെയും തന്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച മനുഷ്യൻ. ദേവന്റെ കൂടെയുള്ളത് അയാളുടെ രണ്ടാം ഭാര്യ ലക്ഷ്മിയാണ്. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് മാധവാണ്. അവൻ മാന്യമായ വസ്ത്രധാരണത്തിലും പ്രൗഢിയിലും ഒരു വലിയ വ്യവസായിയെപ്പോലെ നിന്നു. അവൻ കാറിന്റെ പുറകിലെ വാതിൽ തുറന്ന് ആര്യനെയും അദ്വൈതിനെയും പുറത്തിറക്കി. അവസാനം മീരയും പുറത്തേക്ക് വന്ന്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീരോടെ പടികളിറങ്ങിപ്പോയ ആ പഴയ മീരയല്ല ഇന്ന് തിരിച്ചെത്തിയത്. അവൾ മാധവിന്റെ തണലിൽ ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. ദേവൻ ആര്യനെ നോക്കി തറഞ്ഞു നിന്നുപോയി. താൻ ജന്മം നൽകിയ കുട്ടിയിൽ തന്റെ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് അയാൾ കരുതിയിരുന്നു. എന്നാൽ അയാൾക്ക് മുമ്പിൽ നിന്ന ആര്യൻ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും മാധവനെ ഓർമ്മിപ്പിച്ചു. മാധവിന്റെ അതേ രൂപസാദൃശ്യം തോന്നിക്കുന്ന ആ കുട്ടിയെ ഒന്ന് തൊടാൻ ദേവൻ കൈകൾ നീട്ടിയപ്പോൾ ആര്യൻ അവനെ തടഞ്ഞുകൊണ്ട് അതീവ ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ ആര്യൻ മാധവ്, ഈ നിൽക്കുന്ന മാധവിന്റെ മൂത്ത മകൻ. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ, ഇതെന്റെ അനിയൻ അദ്വൈത്. ആര്യന്റെ ആ വാക്കുകൾ കേട്ട് മീരയ്ക്കും മാധവനും പോലും അത്ഭുതം തോന്നി. അവൻ ഇത്രയും പക്വതയുടെ കാര്യങ്ങൾ പറയുമെന്ന് അവർ കരുതിയിരുന്നില്ല. സത്യം അവിടെയുള്ളവർക്കെല്ലാം അറിയാമായിരുന്നിട്ടും ആര്യന്റെ ആ പ്രഖ്യാപനം ഒരു ഇടിമിന്നൽ പോലെയാണ് ദേവന്റെ ഹൃദയത്തിൽ പതിച്ചത്. അയാളുടെ കൈകൾ പാതി വഴിയിൽ തളർന്നുപോയി. തല താഴ്ന്നു. മാധവ് അഭിമാനത്തോടെ ആര്യനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. മീര അവനെ അനുഗമിച്ചു. തങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു പരീക്ഷണം അവിടെ തുടങ്ങുകയാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. കൽപ്പകഞ്ചേരി തറവാടിന്റെ വിശാലമായ അതിഥിമുറിയിലേക്ക് മാധവും കുടുംബവും പ്രവേശിച്ചു. തറവാടിന്റെ ഓരോ മുക്കിലും മൂലയിലും മീരയ്ക്ക് തന്റെ കൈപ്പേറിയ ഭൂതകാലത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. എങ്കിലും മാധവിന്റെ സാന്നിധ്യം അവൾക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. മുറിയിൽ സാധനങ്ങൾ ഒതുക്കി വെക്കുന്നതിനിടയിൽ മാധവിന്റെ ചിന്ത മുഴുവൻ മുറ്റത്ത് വെച്ച് ആര്യൻ നടത്തിയ ആ പ്രഖ്യാപനത്തിലായിരുന്നു. അത്രയും പക്വതയോടെ ഒട്ടും പതറാതെ അവൻ ആ വാക്കുകൾ പറഞ്ഞത് മാധവിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു. മാധവ് ആര്യനെ അരികിലേക്ക് വിളിച്ചു. അവൻ തന്റെ അനിയൻ അദ്വൈതിനൊപ്പം കളിക്കാൻ തുടങ്ങുകയായിരുന്നു. മോനെ ആര്യൻ, ഇങ്ങോട്ട് വന്നേ, അച്ഛനൊരു കാര്യം ചോദിക്കാനുണ്ട്. മാധവ് കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവനെ അരികിലേക്ക് ചേർത്ത് നിർത്തി. മീരയും കൗതുകത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. മോൻ എന്തിനാടാ അവിടെ വെച്ച് ആ അങ്കിളിനോട് അങ്ങനെ പറഞ്ഞത്? ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അനിയനാണ് എന്നൊക്കെ അത്ര ഗൗരവത്തിൽ പറഞ്ഞത് എന്തിനാ? മാധവ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആര്യൻ ഒരു കള്ളച്ചിരിയോടെ മാധവന്റെ കൈകളിൽ തൂങ്ങി നിന്നു. അതച്ഛാ, സ്കൂളിൽ ഞങ്ങളുടെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയും ഒക്കെ പരിചയപ്പെടുത്തണം. നമ്മൾ അവരെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് അത് വലിയ സന്തോഷമാകും. അവർക്ക് നമ്മളോട് പ്രൗഡ് തോന്നും. ഞാൻ ഇപ്പോൾ അവിടെ വെച്ച് എല്ലാവരോടും ഗമയിൽ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രൗഡായില്ലേ? അവൻ വലിയൊരു കാര്യം ചെയ്ത പോലെ ഗമയിൽ പറഞ്ഞു.
ആ കുഞ്ഞു ഹൃദയത്തിലെ സ്നേഹം കേട്ട് മാധവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവന് അഭിമാനവും സങ്കടവും സന്തോഷവും എല്ലാം ഒരേ സമയം അനുഭവപ്പെട്ടു. ആ കുഞ്ഞു മാധവിനെ തന്റെ ലോകമായി കാണുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന് അവൻ ഓർത്തു. മാധവ് അവനെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ നെറ്റിയിൽ ആവോളം ഉമ്മകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, അച്ഛന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൗഢ തോന്നിയ നിമിഷമായിരുന്നു അത്. എന്റെ മോൻ അച്ഛന്റെ ചങ്കാണ്. മീരയുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് നിറഞ്ഞു തുളുമ്പി. അവൾ ജനാലയ്ക്കൽ പോയി നിന്ന് ദൂരേക്ക് നിന്നു. മുറ്റത്ത് ദേവൻ തളർന്നിരിക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. തന്റെ മകൻ തന്നെ തള്ളിപ്പറയുന്നത് കേൾക്കേണ്ടി വന്ന ഒരു അച്ഛന്റെ വേദന അയാളുടെ മുഖത്തുണ്ട്. പക്ഷെ ആ വേദനയ്ക്ക് കാരണം അയാൾ തന്നെയായിരുന്നു എന്ന് മീരയ്ക്കറിയാം. പണ്ട് ഗർഭിണിയായിരുന്ന തന്നെ ഒരു തണൽ പോലും നൽകാതെ ഈ തറവാടിന്റെ പടികളിറക്കി വിട്ടപ്പോൾ അയാൾക്ക് ഈ മകനെ വേണ്ടായിരുന്നു. ഈ സ്നേഹം കൊടുത്തു വളർത്തിയ മാധവിനെ അവൻ അച്ഛനായി സ്വീകരിച്ചതിൽ കാലം കാത്തുവച്ചൊരു നീതിയുണ്ടെന്ന് മീര വിശ്വസിച്ചു. അല്പസമയത്തിനു ശേഷം മീര താഴേക്ക് ചെന്നു. തറവാട്ടിലെ കാരണവർ കട്ടിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ദേവനും ലക്ഷ്മിയും ഉണ്ടായിരുന്നു. മീരയെ കണ്ടതും കാരണവരുടെ കണ്ണുകൾ തിളങ്ങി. മോളെ മീര, നീ വന്നല്ലോ. എനിക്ക് നിന്നോട് കുറെ മാപ്പ് ചോദിക്കാനുണ്ട്. അന്ന് ഈ ദേവൻ കാണിച്ച മണ്ടത്തരത്തിന് കൂട്ടുനിന്നതിന് നീ അപ്പൂപ്പനെ ശപിക്കരുത്. മീര ഒന്നും മിണ്ടിയില്ല. പണ്ട് താൻ അനുഭവിച്ച ഏകാന്തതയും കണ്ണീരും അവളുടെ ഓർമ്മകളിൽ തിരതല്ലി. ലക്ഷ്മി മീരയുടെ അരികിലേക്ക് വന്ന് സങ്കടത്തോടെ നോക്കി. മീര, നിനക്ക് എന്നോട് ദേഷ്യം കാണും. പക്ഷേ ദേവേട്ടൻ എപ്പോഴും ആര്യനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. അവനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്താൻ പറഞ്ഞത്. ഈ സമയം മാധവ് ആര്യനെയും അദ്വൈതിനെയും കൂട്ടി താഴേക്ക് വന്നു. ആര്യനെ കണ്ടതും ദേവന്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ വിരിഞ്ഞു. അയാൾ പതുക്കെ എഴുന്നേറ്റ് ആര്യന്റെ അടുത്തേക്ക് നടന്നു. മോനെ, ഇങ്ങ് അടുത്തു വാ. ഞാൻ നിനക്ക് കുറെ മിഠായികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആര്യൻ മാധവിനെ ഒന്ന് നോക്കി. മാധവ് കണ്ണുകൊണ്ട് സമ്മതം നൽകി. ആര്യൻ പതുക്കെ ദേവന്റെ അടുത്തേക്ക് ചെന്ന്. പക്ഷേ അവൻ ആ മിഠായികൾ വാങ്ങിയില്ല. എനിക്ക് മിഠായി വേണ്ട അങ്കിൾ. അച്ഛൻ എനിക്ക് ഒരുപാട് വാങ്ങിത്തരാറുണ്ട്. അങ്കിളിന് സുഖമാണോ? അവന്റെ ആ ചോദ്യം ഒരു മുനയുള്ള അമ്പ് പോലെ ദേവന്റെ നെഞ്ചിൽ തറച്ചു. സ്വന്തം മകൻ തന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അയാൾക്ക്. തറവാട്ടിലെ അന്തരീക്ഷം ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എല്ലാവരും ആര്യനെ ശ്രദ്ധിക്കുന്നു. അവൻ മാധവിനോടുള്ള അടുപ്പവും സ്നേഹവും ഓരോ നിമിഷവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാധവിന്റെ തോളിൽ തൂങ്ങിക്കിടന്നും അവനോട് തമാശകൾ പറഞ്ഞും ആര്യൻ ആ വീട്ടിൽ സജീവമായി. അദ്വൈതിനെ നോക്കുന്ന കാര്യത്തിലും ആര്യൻ കാണിക്കുന്ന ശ്രദ്ധ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. വൈകുന്നേരമായപ്പോൾ മാധവ് മുറ്റത്തെ പുൽത്തകടിയിൽ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് ദേവൻ കടന്നു വന്നു. അയാൾ പതിയെ മാധവിന്റെ അരികിലിരുന്നു. മാധവ്, എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. എന്റെ മകനെ ഇത്രയും നന്നായി വളർത്തിയതിന്. പക്ഷേ അവനെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ എന്നെ ഒന്ന് അച്ഛ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. മാധവ് ശാന്തനായി ദേവനെ നോക്കി. ദേവൻ, സ്നേഹമെന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. അത് അനുഭവത്തിലൂടെ ഉണ്ടാകേണ്ടതാണ്. 10 വർഷമായി ഞാൻ അവന്റെ കൂടെയുണ്ട്. അവന്റെ ഓരോ കരച്ചിലും ചിരിയും എനിക്കറിയാം. അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവന്റെ അച്ഛനാണ്. ആ സത്യം മാറ്റാൻ അവന്റെ അമ്മയായ മീരയ്ക്ക് പോലും കഴിയില്ല. നിങ്ങൾ അവന് ജന്മം നൽകിയിട്ടുണ്ടാകാം. പക്ഷെ അവനെ വളർത്തിയത് എന്റെ സ്നേഹമാണ്. ദേവന്റെ തല താഴ്ന്നുപോയി. അയാൾക്ക് മാധവിനോട് തർക്കിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മാധവ് പറഞ്ഞത് 100% ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും തന്റെ ചോരയെ മറ്റൊരാൾ മകനെന്ന് വിളിക്കുന്നത് കാണുമ്പോഴുള്ള നീറ്റിൽ അയാളെ തളർത്തി. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ തറവാട്ടിലെ പഴയ കാര്യങ്ങളെക്കുറിച്ച് കാരണവർ സംസാരിച്ചു. മീര വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചുള്ളൂ. അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ മാധവ് പറഞ്ഞു, മീര, നമുക്ക് 2 ദിവസം ഇവിടെ നിൽക്കാം. മുത്തച്ഛന് അതൊരു സമാധാനമാകട്ടെ. പിന്നെ ആര്യൻ, അവൻ ഈ നാടിനെ അറിയട്ടെ. രാത്രിയിൽ ആര്യൻ മാധവിന്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടന്നു. അച്ഛേ, ഈ വീട് കൊള്ളാമല്ലേ? പക്ഷെ എനിക്ക് നമ്മുടെ നീലഗിരിയിലെ വീട് മതി. അവിടെയാകുമ്പോൾ നമുക്ക് മഞ്ഞുകാലത്ത് കുറെ കളിക്കാമല്ലോ. മാധവ് അവന്റെ തലയിൽ തലോടിക്കൊണ്ട് കിടന്നു. അവന്റെ മനസ്സ് നിറയെ ആര്യനായിരുന്നു. ഈ യാത്ര ആര്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് മാധവ് കരുതിയില്ല. പക്ഷേ തന്റെ മകൻ തനിക്ക് നൽകിയ ആ പ്രൗഢ നിമിഷം ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു. കൽപ്പകഞ്ചേരി തറവാട്ടിലെ അവരുടെ 2ാം ദിനം പുലർന്നത് വല്ലാത്തൊരു നിശബ്ദതയിലേക്കായിരുന്നു. നീലഗിരിയിലെ മഞ്ഞിന്റെ കുളിർമയില്ലെങ്കിലും തറവാടിനു ചുറ്റുമുള്ള പച്ചപ്പും കാറ്റും ആര്യനെയും അദ്വൈതിനെയും വല്ലാതെ ആകർഷിച്ചു. മാധവും മീരയും തങ്ങളുടെ മക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോഴും തറവാടിന്റെ അകത്തളങ്ങളിൽ രൂപപ്പെടുന്ന ഗൂഢാലോചനകളെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നില്ല. മാധവും മീരയും തമ്മിലുള്ള സ്നേഹവും ഐക്യവും കാണുമ്പോൾ
തറവാടുകാർക്ക് അത്ഭുതമായിരുന്നു. ഒരു തർക്കമോ വഴക്കോ ഇല്ലാതെ പരസ്പര ബഹുമാനത്തോടെ അവർ മുന്നോട്ടു പോകുന്നത് ദേവനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദേവന്റെ മനസ്സ് ഒരു വല്ലാത്ത പുകച്ചിലായിരുന്നു. ആര്യന്റെ ഓരോ പ്രവൃത്തിയിലും മാധവനോടുള്ള അവന്റെ അമിതമായ ആരാധനയും സ്നേഹവും ദേവനെ വല്ലാതെ നോവിച്ചു. തന്റെ സ്വന്തം രക്തം തന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അപമാനം അയാൾക്ക് താങ്ങാനായില്ല. താൻ പണ്ട് ചെയ്ത തെറ്റുകൾക്ക് കാലം തനിക്ക് നൽകുന്ന ശിക്ഷയാണോ ഇതെന്ന് അയാൾ ഭയന്നു. ലക്ഷ്മി അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദേവൻ തന്റെ ഉള്ളിൽ ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. ആര്യനെ മാധവനിൽ നിന്ന് അകറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സത്യങ്ങൾ അവനോട് പറയുക. ഒരു 10 വയസ്സുകാരന്റെ മനസ്സിൽ ഈ സത്യങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കുമെന്ന് അയാൾക്കറിയാം. പക്ഷേ ആ കുഴപ്പങ്ങൾക്കിടയിൽ ആര്യൻ മാധവനെ വെറുക്കുമെന്നും അവസാനം തന്റെ അടുത്തേക്ക് വരുമെന്നും അയാൾ കുശാഗ്രക ബുദ്ധിയുടെ കണക്കുകൂട്ടി. ഉച്ചസമയത്ത് മാധവ് തന്റെ ബിസിനസ് കാര്യങ്ങൾക്കായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തറവാടിന്റെ പുറത്ത് കുളക്കരയിലേക്ക് നടന്നു. മീര അദ്വൈതിനെ ഉറക്കാനായി മുകളിലെ മുറിയിലായിരുന്നു. ഈ അവസരം നോക്കി ദേവൻ ആര്യന്റെ അടുത്തേക്ക് ചെന്നു. ആര്യൻ ഉമ്മറത്തിരുന്ന് തന്റെ ചെറിയ കാറുകൾ വെച്ച് കളിക്കുകയായിരുന്നു. മോനെ ആര്യൻ, അങ്കിൾ ഒരു കാര്യം പറയട്ടെ. ദേവൻ വളരെ വാത്സല്യത്തോടെ അവന്റെ അരികിലിരുന്നു. ആര്യൻ കളിക്കിടയിൽ തലയുയർത്തി നോക്കി. എന്താ അങ്കിൾ? എനിക്ക് അദ്വൈത് ഉണരുന്നതിന് മുമ്പ് ഇത് കളിച്ചു തീർക്കണം. അവൻ ഉണർന്നാൽ പിന്നെ ഇതെല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ആര്യൻ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. മോന് നിന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? മാധവിനെ? പിന്നെ അച്ഛയല്ലേ എന്റെ ഹീറോ. അച്ഛനെ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടോ? എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ എന്റെ അച്ഛൻ എന്റെ മുഖം നോക്കി കണ്ടുപിടിക്കും. അത് അച്ഛൻ കൂടെയുള്ളപ്പോൾ എനിക്ക് പേടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പവറാണ് അച്ഛൻ കൂടെയുള്ളപ്പോൾ. ആര്യന്റെ മറുപടിയിൽ മാധവനോടുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. ദേവൻ പതുക്കെ ആര്യന്റെ തോളിൽ കൈവച്ചു. മോനെ, ചില കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. നീ കാണുന്നതല്ല സത്യം. മാധവ് നിന്റെ യഥാർത്ഥ അച്ഛനല്ല. നിന്റെ അമ്മയുടെയും എന്റെയും മകനാണ് നീ. സാഹചര്യങ്ങൾ കൊണ്ട് നിന്റെ അമ്മ നിന്നെയും കൊണ്ട് പോയതാണ് ഇവിടുന്ന്. ഈ തറവാടാണ് നിന്റെ സ്വന്തം വീട്. ഞാനാണ് നിന്റെ സ്വന്തം അച്ഛൻ. ദേവൻ തന്റെ വാക്കുകൾ ആ കുഞ്ഞിന്റെ കാതിൽ ചൊരിഞ്ഞു. ദേവൻ പ്രതീക്ഷിച്ചത് ആര്യൻ കരയുമെന്നോ അല്ലെങ്കിൽ ഞെട്ടിപ്പോകുമെന്നോ ആയിരുന്നു. എന്നാൽ ആര്യൻ തന്റെ കളിപ്പാട്ടൻ പതുക്കെ താഴെ വെച്ച് അവൻ ദേവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയമോ പരിഭ്രമോ ഉണ്ടായിരുന്നില്ല. പകരം വല്ലാത്തൊരു പക്വതയും ഗൗരവവും അവന്റെ മുഖത്ത് പടർന്നു. അങ്കിൾ പറഞ്ഞു കഴിഞ്ഞു? ആര്യൻ ശാന്തനായി ചോദിച്ചു. ദേവൻ ഒന്ന് അമ്പരന്നു. മോനെ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? നിന്റെ അച്ഛൻ ഞാനാണ്. ആര്യൻ പതുക്കെ എഴുന്നേറ്റ് നിന്ന് ദേവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി അവൻ പറഞ്ഞു. അങ്കിൾ, അച്ഛനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയാം. അച്ഛനെന്ന് പറഞ്ഞാൽ വെറും ഒരു പേരല്ല. എനിക്ക് പനിയുണ്ടായിരുന്നപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ എന്നെ മടിയിൽ കിടത്തി നെറുകയിൽ തടകിയത് എന്റെ അച്ഛയാണ്. ഞാൻ സൈക്കിളിൽ നിന്ന് വീണ് എന്റെ മുട്ടു പൊട്ടിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ട് എന്നെ വാരിയെടുത്തത് എന്റെ അച്ഛയാണ്. അമ്മയെയും ഞങ്ങളെയും പൊന്നുപോലെ നോക്കുന്നതും ഞങ്ങളുടെ ഓരോ കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ഞങ്ങളുടെ അച്ഛയാണ്. പിന്നെ അങ്കിൾ ഈ പറഞ്ഞ സത്യം അതമ്മ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അങ്കിൾ. ആര്യന്റെ ആ വെളിപ്പെടുത്തൽ ദേവനെ ഞെട്ടിച്ചു. അവൻ തുടർന്നു. അമ്മയും അച്ഛനും എന്നോടൊന്നും ഒളിച്ചു വെക്കാറില്ലെങ്കിൽ ഞാൻ അച്ഛന്റെ മകനല്ലെന്ന് അങ്കിൾ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എന്നെ ഈ നിലയിൽ വളർത്തിയെടുത്തത് എന്റെ അച്ഛയുടെ സ്നേഹമാണ്. അന്ന് അമ്മയെയും എന്നെയും ആരുമില്ലാതെ വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ എവിടെയായിരുന്നു ഈ അച്ഛൻ? അങ്കിൾ, എന്റെ അച്ഛനാകണമെങ്കിൽ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. ഇപ്പോൾ ഈ വലിയ വീടും പണവും ഒക്കെ കാണിച്ച് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് അങ്കിളിനോട് സഹതാപമാണ് തോന്നുന്നത്. അച്ഛൻ സ്നേഹം തന്നാണ് എന്നെ വളർത്തിയത് അങ്കിൾ, അല്ലാതെ പണം കാണിച്ചല്ല. ദേവൻ ശരിക്കും ഞെട്ടിപ്പോയി. തന്റെ കുശാഗ്രക ബുദ്ധി ആ കുഞ്ഞിന്റെ പക്വതയ്ക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ദേവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് മാധവ് അവിടേക്ക് കടന്നു വന്നു. ആര്യന്റെ സംസാരം മാധവ് കുറച്ചു ദൂരെ നിന്ന് കേട്ടിരുന്നു. മാധവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. തന്റെ മകൻ ഇത്രയും പക്വതയോടെ തന്നെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ മാധവിന്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു. ആര്യൻ ഓടിച്ചെന്ന് മാധവിനെ കെട്ടിപ്പിടിച്ചു. അച്ഛേ, അങ്കിൾ ഓരോ തമാശകൾ പറയുകയാണ്. നമുക്ക് എപ്പോഴാ നീലഗിരിയിലേക്ക് പോകാൻ പറ്റുക? എനിക്കിവിടെ എന്തോ പോലെ. മാധവ് ആര്യന്റെ തലയിൽ തലോടി. നമുക്ക് നാളെ തന്നെ പോകാം മോനെ. അച്ഛയുടെ മോൻ പോയി ആദ്യം ഉണർന്നു എന്ന് നോക്കിയേ. ആര്യൻ അകത്തേക്ക് ഓടിപ്പോയി. മുറ്റത്ത് മാധവും ദേവനും മാത്രമായി. മാധവ് ദേവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ദേവൻ, നിങ്ങൾ ചെയ്തത് അങ്ങേയറ്റം തരം താഴ്ന്ന പ്രവൃത്തിയാണ്. എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ വിദ്വേഷം നിറയ്ക്കാൻ നോക്കി നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു. സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. സത്യങ്ങൾ അവനെ തളർത്തില്ല, പകരം അവനെ കരുത്തനാക്കുകയുള്ളൂ. നിങ്ങളെപ്പോലെ ഒരാളെ അച്ഛനായി കാണാൻ അവന് കഴിയില്ല. സ്നേഹമെന്നത്
അനുഭവത്തിലൂടെ ഉണ്ടാകേണ്ടതാണ്, രക്തബന്ധം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല. അന്ന് രാത്രി ആ തറവാട്ടിലാരും ശരിക്കും ഉറങ്ങിയില്ല. മീരയ്ക്കും മാധവനും അവിടെ ഇനിയും തുടരാൻ താല്പര്യമില്ലായിരുന്നു. മീരയുടെ അമ്മായിയും മറ്റുള്ളവരും ആര്യനെ അവിടെ നിർത്താൻ പല വഴികളും നോക്കി. ദേവന്റെ ഉദ്ദേശം തന്റെ വംശം നിലനിർത്താൻ ആര്യനെ അവകാശിയായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. എന്നാൽ ആ 10 വയസ്സുകാരൻ ആ വലിയ തറവാടിനേക്കാൾ വില നൽകിയത് അവന്റെ അച്ഛന്റെ സ്നേഹത്തിനായിരുന്നു. അവർ തിരികെ നീലഗിരിയിലേക്ക് യാത്ര തിരിക്കാൻ നേരം ആര്യൻ മുത്തച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൂപ്പൻ വിഷമിക്കേണ്ട, അപ്പൂപ്പന് എന്നെ കാണാൻ തോന്നുമ്പോഴേക്ക് ഞാൻ വരാം. പക്ഷേ ഈ അങ്കിളിനെയും ആന്റിയും കാണാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ അച്ഛയെയും അമ്മയും വേദനിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാർ കൽപ്പകഞ്ചേരി തറവാടിന്റെ പടികൾ ഇറങ്ങുമ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. ആര്യൻ തന്റെ അനിയൻ അദ്വൈതിനെ ചേർത്ത് പിടിച്ച് കാറിലിരുന്ന് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. മാധവ് വണ്ടി നീലഗിരിയുടെ മലനിരകളിലേക്ക് തിരിച്ചു. കാർ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആര്യൻ പതുക്കെ മുന്നിലേക്ക് ആഞ്ഞു. അവൻ മാധവിന്റെയും മീരയുടെയും തോളിൽ ഓരോ കൈകൾ വെച്ചു. അച്ഛേ, അമ്മേ, ഐ ലവ് യു. ഞാൻ ആ തറവാട്ടിൽ വെച്ച് പറഞ്ഞത് കേട്ട് സങ്കടമായോ? എനിക്ക് നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടമാണ്. എനിക്ക് നമ്മുടെ നീലഗിരി മതി അച്ഛേ. മാധവ് വണ്ടി ഒതുക്കി നിർത്തി. ആര്യനെ വാരിപ്പിടിച്ചു. അച്ഛന് സങ്കടമില്ല മോനെ. അച്ഛൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൗഡ് തോന്നിയ നിമിഷമായിരുന്നത്. എന്റെ മോൻ അച്ഛൻ എന്നും പ്രൗഡാണ്. എന്റെ മോൻ ഒരു നായകനാണ്. നീലഗിരിയിലെ വീട്ടിലെത്തിയപ്പോൾ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ആ പൈൻമരങ്ങൾക്കിടയിലൂടെ തന്റെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ ആര്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ലോകം. ഇവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. മാധവ് മീരയെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ കരുത്തിൽ പടുത്തുയർത്തിയ ആ കൊച്ചു കുടുംബം സത്യങ്ങളുടെ അഗ്നിപരീക്ഷയിൽ വിജയിച്ച് തങ്ങളുടെ മനോഹരമായ യാത്ര തുടർന്നു. ആര്യൻ തന്റെ അച്ഛന്റെയും അമ്മയുടെയും അനിയന്റെയും മാത്രമല്ല, നീലഗിരിയുടെ പ്രാണനായി വളർന്നുകൊണ്ടേയിരുന്നു.